രേവതിയുടെ സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കാണിക്കുന്ന തന്നെ രേവതി ഇങ്ങനെ വയ്യാതെ കിടക്കുവാണ്. അപ്പോൾ സച്ചി സച്ചി വന്നിട്ട് എല്ലാവരുടെ അടുത്ത് ദേഷ്യപ്പെടുക. നിങ്ങൾ എന്തൊരു സ്ത്രീകളാണ് നിങ്ങൾ, അവൾക്ക് വയ്യാതെ കിടന്നിട്ട് രേവതിക്കൊക്കെ കേട്ടിട്ടാണ് രേവതി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ രേവതിക്ക് ചെറിയ സന്തോഷമുണ്ട്. അവരവർക്ക് ചീത്ത പറയുന്നതിലല്ല, രേവതിയെക്കുറിച്ചൊരു കരുതൽ സച്ചിക്ക് ഉണ്ടല്ലോ എന്ന് കേൾക്കുന്നതുകൊണ്ടാണ് രേവതിക്ക് സന്തോഷം വരുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അവരുടെ അടുത്ത് എല്ലായിടത്തേക്കും ഒരു കുറച്ച് വെള്ളമെങ്കിലും അവൾക്ക് കൊണ്ട് കൊടുത്തുകൂടി, വയ്യാതെ കിടക്കുമല്ലേ നിങ്ങൾക്ക് എന്തൊരു ആൾക്കാരാ കുറേ അവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതിപ്പോൾ ഇന്ന് ആരുണ്ടാക്കിയതാ പോലും നിങ്ങൾ ഇന്ന് വെട്ടി വിഴുങ്ങുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അമ്മയായിരിക്കില്ല, ഇനി പൗഡർ അടത്തി ശ്രുതിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയും അല്ല, ഞാൻ ശ്രുതി അല്ല എന്ന് പറയുമ്പോൾ പറയും ആ വയ്യാത്ത അവളുണ്ടാക്കി അവളെ കൊണ്ട് നിങ്ങൾ ഭക്ഷണം വരെ ഉണ്ടാക്കിച്ചില്ല, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങളൊരു മനുഷ്യ സ്ത്രീയാണോ, ഇവരോ അങ്ങനെയായിപ്പോയി, ഇവരും ഇവരുടെ മോനും ഇങ്ങനെയാണ്, നിങ്ങളും കൂടെ അങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രുതിയോട് ചോദിക്കുവാണ്. ശ്രുതി ഒന്നും മിണ്ടാതിരിക്കുക. കാരണം തീരെ വയ്യാതെ കിടക്കുക, രേവതിക്ക് വയ്യാന്ന് ശ്രുതിക്കും അറിയാം. പക്ഷേ എന്നിട്ട് അന്ന് വയ്യാത്തവരെ കൊണ്ടാണല്ലോ അവർ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിച്ചത്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ദേഷ്യപ്പെട്ട് വന്നിട്ട് അവൾക്ക് ആ വെള്ളം കൊടുത്തിട്ട് പറയും വേഗം ഞാൻ നിനക്ക് എന്തെങ്കിലും ചുക്ക് കോഫി ഉണ്ടാക്കി തരാമെന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് വേണ്ട, ഞാൻ പിന്നെ കുടിച്ചോളാമെന്ന് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നിനക്കറിയില്ലേ വയ്യാതായാലും നിന്നെ നോക്കാൻ മറ്റാരുമില്ല, നീ തന്നെ നോക്കണ്ടേ. അപ്പോൾ വയ്യാത്തപ്പോൾ നീ അവർ പറയുന്ന അനുസരിച്ച് നീ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ പോയി നിന്ന് കഴിഞ്ഞിട്ട് നീ തന്നെയല്ലേ ഇപ്പം വയ്യാതെ കിടക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ രേവതിയുടെ അടുത്ത് സച്ചി ചോദിക്കുവാണ്. അതിനുശേഷം അവിടെ നിന്ന് ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടുന്ന് മഗ്ഗൊക്കെ ഇങ്ങ് വലിച്ചെടുക്കും. അപ്പോൾ അവൻ്റെ കയ്യേൽ കൊള്ളുന്നുണ്ട്. മുറിഞ്ഞ് ഒടിച്ചു വെച്ചേക്കുന്ന വിരളയിൽ ശ്രുതിയുടെ കയ്യേൽ കൊള്ളുന്നുണ്ട്. എന്നിട്ട് അതൊന്നും മൈൻഡ് ചെയ്യാതെയാണ് അവൻ സച്ചി അങ്ങ് പോകുന്നത്. അപ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട് ഇതെന്താ ഈ സച്ചി ഇങ്ങനെയൊക്കെ തുടങ്ങുന്നത്, കണ്ടില്ലേ കയ്യൊക്കെ ആക്കിയിട്ട് പോയത്, ഈ വീട്ടിൽ ഞാൻ എങ്ങനെ കഴിയും, എനിക്കാണ് ഇവിടെ നിൽക്കാൻ പോലും തോന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി പറയുകയാണ്. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുന്നു മോൾ ഇതൊന്നും ഓർത്ത് കാര്യമാക്കണ്ട, അവൻ ഇങ്ങനെയല്ലേ, 2 ദിവസം അവളെ പൊക്കിക്കൊണ്ട് കിടക്കും, 3ാമത്തെ ദിവസം അവളെ എടുത്ത് താഴെയിടും, അത്രയേ ഉള്ളൂ. നിങ്ങൾ നല്ല സ്നേഹത്തോടെയൊക്കെയല്ലേ നിങ്ങൾ കഴിയുന്നത്, പിന്നെന്തിനാണ് നിങ്ങൾ പറയുന്നത് ഇതല്ലേ എൻ്റെ അച്ഛൻ എനിക്ക് തന്ന വീടാ, അതിൽ അവനൊരു അവകാശവും ഇല്ല, എൻ്റെ വീട്ടിൽ ആരും ഞാനല്ലേ തീരുമാനിക്കണ്ടേ, മോളങ്ങനെയൊന്നും ഓർത്ത് മോളൊന്നും വിചാരിക്കണ്ടേ, മോളൊന്നും വിഷമിക്കുകയൊന്നും വേണ്ട, ഇത് 2 ദിവസത്തേക്കേ കാണുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ആ കിച്ചണിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ സച്ചിക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവൻ ഫ്രണ്ടിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ പറഞ്ഞ പോലെയൊക്കെ ചുക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് രേവതിക്ക് കൊണ്ട് കൊടുക്കും. അപ്പോൾ രേവതി അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് രേവതിക്ക് തീരെ പറ്റത്തില്ല. എന്നിട്ട് രേവതി അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും രേവതിനെ അങ്ങ് വൊമിറ്റ് ചെയ്യുവാണ്. അപ്പോൾ വൊമിറ്റ് ചെയ്യുമ്പോൾ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ പറയും അതല്ല, ഞാൻ രാവിലെ മുതൽ ഭക്ഷണം ഒന്നും കഴിച്ചില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വയറ്റിൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഇത് കുടിച്ചപ്പോൾ എനിക്കിങ്ങനെ ഛർദ്ദിച്ചേ എന്ന് പറയുന്നു. അപ്പോഴത്തേക്കും പറയുന്നു നീ ഇത്ര നേരമായിട്ട് ഭക്ഷണം ഒന്നും കഴിച്ചില്ലേ, ഇന്ന് ഞാൻ വേഗം ഭക്ഷണം എടുത്തിട്ട് തരാമെന്ന് പറയും. അപ്പോൾ വേണ്ട ഞാൻ പോയി എടുത്ത് കഴിച്ചോളാം എന്ന് ഈ രേവതി ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും സച്ചി കേൾക്കുന്നില്ല. അപ്പോൾ സച്ചി പറയുന്നത് ഇവിടെ ഇരിക്കും, ഞാൻ വേഗം പോയി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി വേഗം പോയി അവൾക്ക് കുറച്ച് ചോറൊക്കെ എടുത്ത് കറിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവരുവാണ്. അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേക്ക് അവൾക്ക് കഴിക്കാൻ പോലും പറ്റുന്നില്ല, അവൾക്ക് വാരി കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾക്ക് കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടം വരുവാണ്. അപ്പോൾ പറയും നിങ്ങൾ എനിക്ക് വേണ്ടി വാരി തരുന്നില്ലേ, അതിനെന്താ, നിനക്ക് വയ്യാതെ കിടക്കുമ്പോഴല്ലേ, ഞാൻ വയ്യാതെ കിടക്കുമ്പോൾ വാരി തരണ്ടേ, ഞാൻ ഇവിടെ കുടിച്ച് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് വയ്യാതെ ഞാനിവിടെ കിടക്കുമ്പോഴേ എനിക്ക് അച്ഛനെ ചോറൊക്കെ വാരി തരുന്നത്, നീ എന്താണെങ്കിലും കുടിച്ച് ബോധമില്ലാതെ അങ്ങനെ വന്നതല്ലോ, നിനക്ക് വയ്യാതായിരുന്നപ്പോഴല്ലേ നിനക്ക് ഞാൻ ഈ ഭക്ഷണം വാരി തരുന്നത്, അത് കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് രേവതിക്ക് ഇങ്ങനെ വാരി കൊടുക്കുകയാണ്. അപ്പോൾ രേവതി പണ്ട് എനിക്ക് എൻ്റെ അച്ഛനായിരുന്നു ഇങ്ങനെയൊക്കെ വാരി തന്നുകൊണ്ടിരുന്നതെന്ന് പറയും. ഇപ്പം നിനക്ക് ഞാൻ മാത്രമല്ലേ ഇവിടെ ഉള്ളൂ, നിൻ്റെ അച്ഛനും അമ്മയൊക്കെ ഇപ്പം ഞാനല്ലേ, അവരൊക്കെ നിന്നെ കരുതിയ പോലെ ഞാൻ നിന്നെ കരുതണ്ടേ, ഇപ്പം നിനക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ചോറൊക്കെ അവൾക്ക് വാരി കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം രേവതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. രേവതി കരയുവാണ്. അപ്പോഴത്തേക്കും രേവതി അടുത്ത് പറയുന്നുണ്ട് നീ നിന്നെ തന്നെ നോക്കണം, കാരണം അവരാരും നിനക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ല, അപ്പം നീ വയ്യാത്തപ്പോൾ നീ അത് പോയി അവർക്ക് വേണ്ടി ഒന്നും ചെയ്ത് കൊടുക്കരുതെന്നൊക്കെ സച്ചി ഇങ്ങനെ രേവതി എടുത്ത് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് രേവതിക്ക് സങ്കടം വന്നിട്ട് രേവതി ഓടി ചെന്നിട്ട് സച്ചിനെ അങ്ങ് മുറുക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും സച്ചി കൈ രണ്ടും വേഗം അങ്ങ് പൊക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചിക്ക് പിന്നെ പറ്റില്ല, സച്ചി അപ്പോൾ അവളെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ സച്ചിയുടെ നെഞ്ചോട് ചേർന്ന് കിടന്ന് അവൾ കരയുക. അപ്പോഴത്തേക്ക് അവളുടെ നെറ്റി ഉയർത്തിയിട്ട് സച്ചി അവളുടെ നെറ്റത്ത് ഒരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരപ്പോഴത്തേക്കും അവൾ ഇറുക്കി സച്ചിനെ കെട്ടിപ്പിടിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നെന്താണെങ്കിലും അവരുടെ ശാന്തി മുഹൂർത്തം ഇന്ന് കഴിയും. പിന്നെ കാണിക്കുന്ന ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നതാണ്. പിന്നെ അവർ ബെഡിൽ കിടക്കുന്നതൊക്കെ ആട്ടോ കാണിക്കുന്നത്.
സച്ചിയുടെയും രേവതിയുടെയും ശാന്തി മുഹൂർത്തമൊക്കെയാണ്. പിന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സുധീനെയും കൂടെയാണ്. അപ്പോൾ ശ്രുതിയും കൂടി ഇങ്ങനെ വന്നിരിക്കുവാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവന് 2 ദിവസം അവളെ പൊക്കി പിടിക്കും. എന്നിട്ട് പറയും, നിങ്ങൾ എന്തിനാ ഇങ്ങനെ സച്ചിയോടല്ല ശ്രുതിയോട് ചോദിക്കുവാണ്, എന്തിനാ ഇങ്ങനെയൊക്കെ സച്ചി പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്, അവനോട് 2 അങ്ങ് പറഞ്ഞുകൂടെ, അല്ല 2 അങ്ങ് കൊടുത്തുകൂടെ എന്ന് ശ്രുതി ഇങ്ങനെ ചോദിക്കും. അപ്പോൾ പറയും, ഞാനേ വിദ്യാഭ്യാസവും ബോധമുള്ളവൻ, അവനെപ്പോലൊന്നും അല്ല, വെറുതെ എന്തിനാ നമ്മൾ ഈ കൾച്ചർ ഇല്ലാത്ത ആൾക്കാർ ചെയ്യുന്ന പോലെ തല്ലാനും ഇടിക്കാനും ഒക്കെ പോകുന്നത്, നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് നോക്കണ്ടേ, അതുകൊണ്ടാണ് ഞാൻ അവനെ ഒന്നും ചെയ്യാതെ, അല്ല ഞാനേ ഒന്ന് വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ അവൻ അതിനേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണേലും അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട് ഈ ശ്രുതിയുടെ വെറുതെ വീമ്പടിക്കൽ മാത്രമാണ്, ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എന്തായാലും ആവട്ടെ ഇനിയിപ്പോഴേ അപ്പോൾ ശ്രുതി പറയുന്നു, എന്നാൽ പോട്ടെ നമുക്കിനി ആ കാര്യമൊക്കെ വിടാം എന്ന് പറയുന്നു. അപ്പോഴത്തേക്ക് ശ്രുതി ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് വന്നിട്ട് ശ്രുതിനെ കെട്ടിപ്പിടിക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ പിറ്റേ ദിവസം ആട്ടോ കാണിക്കുന്നത്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് രേവതി കട്ടിലേന്ന് ഇങ്ങനെ എഴുന്നേൽക്കുവാണ്. ഇങ്ങനെ ഇരുന്നേറ്റ് തുടങ്ങുമ്പോഴത്തേക്ക് നേരം വെളുത്ത് വന്നാണ് കാണിക്കുന്നത്. അപ്പോഴത്തേക്ക് സാരിയിൽ ആരോ പിടിച്ച് വലിക്കുന്നതായിട്ട് തോന്നും കേട്ടോ. അപ്പോഴത്തേക്കും അവൾ നാണം കൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ സച്ചി വലിച്ചു എന്ന് ഓർത്താണ് അവൾ നാണം കൊണ്ട് തിരിഞ്ഞു നോക്കുന്നത്. പക്ഷെ അല്ലായിരുന്നു, സച്ചി ആ സമയം നല്ല ഉറക്കമാണ് കിടന്ന്. അവളുടെ സാരി ഈ കട്ടിലിൻ്റെ എവിടെയോ ഒന്ന് കുടുങ്ങിയതാണ്. അപ്പോൾ വേഗം എഴുന്നേറ്റ് വന്ന് അവൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റൊക്കെ വരുന്നു. അവൾ പോയി എഴുന്നേറ്റ് കൊണ്ട് കുളിയൊക്കെ കഴിഞ്ഞു. എന്നിട്ട് എഴുന്നേറ്റിട്ട് ചെല്ലുവാണ്, താഴത്തേക്ക് ഇറങ്ങി ചെല്ലും. അപ്പോഴത്തേക്കും ചന്ദ്രമതി, ഇവൾ ഇത്രയും നേരമായിട്ട് എന്നെ എഴുന്നേക്കാത്തത്, ഇവൾ ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഇങ്ങനെയാണ് ഓരോന്ന് അഭിനയിച്ച് കിടക്കുവാണോ, കോഫി കുടിക്കേണ്ട സമയമായി, അവൾ എന്നെ എഴുന്നേറ്റ് വന്നിട്ട് കോഫി പോലും ഉണ്ടാക്കാത്തതെന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്താണ് ശ്രുതിയല്ല രേവതി എഴുന്നേറ്റ് വരുന്നത്. രേവതി ഭയങ്കര നാണം കൊണ്ടൊക്കെയാണ് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ രേവതി കുളിയൊക്കെ കഴിഞ്ഞാണ് ഇറങ്ങി വരുന്നത്. അപ്പോഴത്തേക്ക് രേവതിയുടെ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവൾക്ക് എന്നാ പറ്റിയതെന്ന് ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.